നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ AK ബാലന്റെ വിവാദ പരാമർശത്തിൽ CPIM-ൽ ഭിന്നതയുണ്ട്. മുഖ്യമന്ത്രി പരാമർശത്തെ ന്യായീകരിച്ചപ്പോൾ ബാലന്റെ പ്രസ്താവന അസംബന്ധമാണെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. ബാലന്റേത് വർഗീയതയോടെ വിട്ടുവീഴ്ച ചെയ്യുന്ന UDF കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചാൽ എങ്ങനെയാണത് മുസ്ലിം വിമർശനമാവുകയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എന്നാൽ AK ബാലന്റെ പ്രസ്താവന ശരിയായില്ല എന്ന വിമർശനമാണ് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നത്. അപ്പോൾ ഈ പ്രസ്താവന CPIM-ന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണോ? പ്രസാദ് ഉടുമ്പശ്ശേരി കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്തു തരും. നമുക്ക് പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പരാമർശം അത് ഈ മുന്നണിയിൽ തന്നെ പല അഭിപ്രായങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്ന വാർത്താ സമ്മേളനം, അതിൽ മുഖ്യമന്ത്രി AK ബാലന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് മുൻകാല അനുഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ കണ്ടുവന്ന ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ AK ബാലൻ നടത്തിയ ഒരു പ്രസ്താവനയായി കണ്ടാൽ മതി. പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൊട്ടു പിന്നാലെ പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്നത് അങ്ങനെയല്ല, അസംബന്ധം എന്നൊരു പരാമർശം നടത്തുന്നു. ഈ പാലക്കാട് ജില്ലാ ഘടകത്തിനും അതേ അഭിപ്രായമാണ്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പരാമർശം, AK ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഇന്ന് ഇടതുമുന്നണി യോഗം ചെയ്യുന്ന ദിവസമാണ്. എങ്ങനെയാണ് ഇത് മുന്നണിയെ ബാധിക്കാനിടയുള്ളത്? ഇന്നിപ്പോൾ ഒരു തീരുമാനമൊക്കെ ഉണ്ടാകുമോ? ഈ വിഷയം എങ്ങനെ മുന്നണിയിൽ മറ്റ് ഘടകകക്ഷികളടക്കം ഈ വിഷയം എങ്ങനെയാകും ചർച്ച ചെയ്യുക? തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഈ പരാമർശം പ്രതിഫലിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൃത്യമായ ഒരു നിലപാട് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് AK ബാലൻ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമീപകാലത്തായി ഈ മുസ്ലിം ഇതര സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം നടത്തുമ്പോൾ അത് മുസ്ലിമിനെതിരെയുള്ള വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതായത് CPM ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയോ പരത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം നടത്തിയത് ഇപ്പോൾ CPM വിമർശനം നടത്തുന്നുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയ സമീപകാലത്ത് നമ്മൾ കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമസ്ത സംഘടനകളാണ്. AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ അവർ നടത്തിയിരുന്നു. അതിനകത്ത് അവരുടേത് പറയുന്നത് സുന്നി വിഭാഗത്തിലേക്ക് ഇവർ നുഴഞ്ഞു കയറി അതിനെ ഒരു വൻചിതൽ പോലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആചാരവും അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നു. അതിന്റെ അപകടം സൂചിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉള്ള വിമർശനങ്ങളായിരുന്നു സമസ്ത സംഘടനകൾ നടത്തിയിരുന്നത്. AP വിഭാഗവും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. UDF-നെയാണ് അന്ന് വിമർശിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേർന്നാൽ അത് അപകടം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കൂടി വരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇപ്പോൾ AK ബാലന്റെ പ്രസ്താവന, നമുക്ക് ആ പ്രസ്താവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിനകത്ത് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ UDF-ൽ വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വലിയ സ്വാധീനമുണ്ടാകും, വർഗീയ കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് പറയുന്നത്. ഇത് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് BJP-ക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് നടക്കില്ല എന്ന തരത്തിലുള്ള ഇത് പറയാറുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ അതിൻ്റെ ഒരു അപകടാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് AK ബാലൻ നടത്തിയിട്ടുള്ള പ്രസ്താവന. പക്ഷേ അത് ഇസ്ലാമോഫോബിയ പടർത്തുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് അത് CPM-നകത്ത് പോലും ഒരു കൃത്യത വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വസ്തുതയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു വിമർശനം നടത്തുമ്പോൾ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് ഒട്ടാകെ ഒരു വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിനകത്തൊരു നിലപാട് എന്നത് അല്ലെങ്കിൽ ഒരു കൃത്യമായ നിലപാട് എന്ന് തോന്നുന്നു. പക്ഷേ CPM-നകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. ഇതിപ്പോൾ പറയേണ്ടിയിരുന്നോ? ഇത് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുന്നതിന് തടസ്സമായി മാറുമോ എന്നുള്ളതാണ്. UDF-ന്റെ ക്യാമ്പുകൾ പറയുന്നത് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഇത്തരത്തിലൊരു പേടി, ഒരു ഭീതി പരത്താനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഒരുപക്ഷെ UDF ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം LDF-ന്റെ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾക്കെതിരെ, മുസ്ലിമിനെതിരെ വലിയ തോതിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് AK ബാലൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം. അത് ഈ LDF-നെ ഈ ഒരു പ്രസ്താവന കൊണ്ട് LDF-നെ വലിയ തോതിൽ തിരിച്ചടിയാകും
ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇന്നലെ വളരെ കൃത്യമായി തന്നെ അതിനകത്തൊരു വിശദീകരണം നൽകിയതാണ്. ഇപ്പോൾ പക്ഷേ എ കെ ബാലനെതിരെ വിമർശനങ്ങൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും പറഞ്ഞത് ഒരു സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അത് അവരെ ആശയക്കുഴപ്പത്തിലാക്കിയതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം അങ്ങനെ കരുതാൻ എന്നുള്ളതാണ്. എന്തായാലും ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരിച്ചടികൾ ഉണ്ടെങ്കിൽ അതുണ്ടാകും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് കരുതാൻ വയ്യ. ഓക്കെ, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വിഷയത്തിൽ വിശകലനങ്ങൾ നടത്തിയത്.